ഹായ് ഹലോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കണ്ട പോലെ തന്നെ ഇന്ന് നമ്മുടെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ധനകാര്യമന്ത്രി. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ ബജറ്റാണ്. ധനകാര്യമന്ത്രി പറയുന്നത് ഇതൊരു ജനപ്രിയ ബജറ്റ് ആവാൻ ചാൻസ് ഇല്ല, പക്ഷേ തീർത്തും പ്രായോഗികവും പ്രാക്ടിക്കലും ആയിട്ടുള്ള ബജറ്റാണെന്ന്. നമുക്കപ്പോൾ പെട്ടെന്ന് എന്തായാലും എന്താണ് ഈ പറഞ്ഞ ബജറ്റിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ അനുവദിച്ച് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യമായി പറയുകയാണെങ്കിൽ റോഡ് അപകടം. റോഡ് അപകടം സംഭവിച്ചതിന് ശേഷം ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ അനുവദിച്ചിരിക്കുകയാണ്. അതായത് എല്ലാ സർക്കാർ അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിൽ. ഓക്കെ, കേരളത്തിലെ എല്ലാ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികൾക്കും ബിരുദ പഠനം സൗജന്യമാക്കി. മുമ്പ് നേരത്തെ 12ാം ക്ലാസ് വരെ ഫുൾ ഫ്രീ ആണ്. ഇപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ബിരുദ പഠനത്തിന് ഫ്രീ ആക്കിയിരിക്കുകയാണ്. കുട്ടികളുടെ യൂണിഫോം പദ്ധതിക്ക് 150 കോടി. ഹരിതകർമ്മസേന ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്യാൻസർ, ലെപ്രോസി എന്നീ രോഗികളുടെ പെൻഷൻ 2000 വർദ്ധിപ്പിച്ചു. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും ഇൻഷുറൻസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1 മുതൽ 10 വരെ ക്ലാസ്സിലുള്ളവർക്ക് അപകട ഇൻഷുറൻസ്. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1000 കോടി അനുവദിച്ചിട്ടുണ്ട്. ആശാ വർക്കേഴ്സിന് 1000 രൂപ വർദ്ധിപ്പിച്ചു അവരുടെ പേയ്മെൻറ്റ്. അംഗനവാടി വർക്കേഴ്സിന് 1000 രൂപ കൂട്ടി. അതുപോലെ തന്നെ ഹെൽപ്പർമാർക്ക് 500 രൂപയും കൂട്ടിയിരിക്കുകയാണ്. ഓരോ പഞ്ചായത്തിലും സ്ത്രീകളുടെ തൊഴിൽ പരിശീലനത്തിന് സ്കിൽ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ 20 കോടി അനുവദിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ തൊഴിലാളി ക്ഷേമത്തിന് 950 കോടി അനുവദിച്ചിരിക്കുന്നു. കേരളിന് പകരം RRTS അതിവേഗ പാത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കൂടി പദ്ധതിയാണത്. അതിനുവേണ്ടി 4 ഫേസസ് 4 ഭാഗങ്ങളിലായിട്ട് അത് പൂർത്തിയാക്കുന്നതായിരിക്കും. അതിൻ്റെ 1ാമത്തെ ഭാഗം എന്ന രീതിയിൽ ആരംഭ പ്രവർത്തനങ്ങൾക്ക് 100 കോടി അനുവദിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നിര്യാതനായ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ പേരിലുള്ള VS സെൻറ്ററിന് 20 കോടി അനുവദിച്ചിരിക്കുകയാണ്. അതുപോലെ കണക്ട് ടു വർക്ക് പദ്ധതിക്ക് 400 കോടി അനുവദിച്ചിരിക്കുന്നു. ക്ഷേമ പെൻഷൻ, അതായത് അടുത്ത നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അതിൻ്റെ ക്ഷേമ പെൻഷനായിട്ട് 14,500 കോടി അനുവദിച്ചിരിക്കുകയാണ്. നമുക്കറിയാം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൻ്റെ 2nd ഫേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതിനായിട്ട് 1000 കോടി അനുവദിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറ്റകുറ്റ സർവീസസിനും ആവശ്യമായിട്ടുള്ള അത്യാധുനികമായിട്ടുള്ള പ്രൈമറി നീഡ്സിന് വേണ്ടി 159 കോടിയും അനുവദിച്ചിരിക്കുന്നു. ശബരിമല മാസ്റ്റർ പ്ലാനിന് വേണ്ടി 30 കോടി അനുവദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വയനാട് പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യ ബാച്ച് വീടുകൾ നിർമ്മിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് പ്രദേശവാസികൾക്ക് കൈമാറുന്നത് ഈ ഫെബ്രുവരി 3ാം വാരത്തിലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഈ ഒരു സംസ്ഥാന ബഡ്ജറ്റിൻ്റെ. മന്ത്രി പറഞ്ഞ പോലെ വലിയ ഫാൻസിയോ അല്ലെങ്കിൽ ജനപ്രീതി നേടാൻ പറ്റുന്ന വലിയ ഓഫേഴ്സോ വലിയ പദ്ധതികളോ അങ്ങനെയൊന്നും കാണുന്നില്ല. നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത് നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. വല്ലാതെ ആകാംക്ഷയോ അല്ലെങ്കിൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന പോലുള്ള പദ്ധതികളോ അതിൻ്റെ വെളിപ്പെടുത്തലുകളോ ഒന്നുമില്ല. വളരെ നോർമലായിട്ടുള്ളൊരു ബഡ്ജറ്റാണ്. പറയുന്നത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാനായിട്ടാണ് ധനകാര്യമന്ത്രി ഇത് അവതരിപ്പിച്ചത്. പ്രതിപക്ഷത്തിൻ്റെ റിയാക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തീരെ ഗുണമില്ലാത്ത ഒരു ബജറ്റ് അവതരണമായിരുന്നു. ഒരു നല്ല പദ്ധതികളും ഇല്ല. സംസ്ഥാന ഖജനാവിൽ പൈസയില്ല. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് അടുത്ത പ്രാവശ്യം വരില്ല. ഇത് പിന്നെ ഒരു തോൽവിയാണെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. നമുക്കെന്തായാലും നോക്കാം എന്തായിരിക്കും. കുറച്ച് മാസങ്ങൾ കൂടിയുള്ളൂ അടുത്ത തെരഞ്ഞെടുപ്പിന്. ഇത് വലിയൊരു ഭൂരിപക്ഷത്തിന് പ്രീതിപ്പെടുത്തുന്ന ബജറ്റ് അല്ലെങ്കിലും മെയിനായിട്ടുള്ള തൊഴിലാളി വർഗത്തിന് ഒരുപാട് പുതിയ സ്കീമുകൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇടതുപക്ഷത്തിന് ഒരു ചാൻസ് കൂടി കിട്ടുമോ, 3ാം പിണറായി സർക്കാർ പിന്നെയും വരുമോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ബജറ്റിനെ കുറിച്ചൊന്ന് കമൻറ്റ്സ് രേഖപ്പെടുത്തുക. അടുത്ത ടോപ്പിക് എന്തിനെക്കുറിച്ച് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.